ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. നിങ്ങൾക്ക് ഈ ചാനലിലെ വീഡിയോകൾ ഇഷ്ടമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം. അതോടൊപ്പം വീഡിയോയ്ക്ക് താഴെ നിങ്ങളുടെ കമന്റുകളും പോസ്റ്റ് ചെയ്യാൻ സാധിക്കും. നമസ്കാരം, SS മീഡിയയിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. ഞാൻ ഷൈൻസി. ദിവസേന 10 ചോദ്യങ്ങളെങ്കിലും പഠിക്കാം എന്ന ഇന്നത്തെ ക്ലാസ്സിൽ ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. അതിനു മുൻപ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തിയാൽ ദിവസേനയുള്ള എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. കഴിഞ്ഞ ക്ലാസ്സിലെ ചോദ്യം ഇതായിരുന്നു: ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റർ ആര് എന്നുള്ളതായിരുന്നു ചോദ്യം. ഉത്തരം വസന്ത് റൈജി. അപ്പോൾ വസന്ത് റൈജി ആയിരുന്നു, കഴിഞ്ഞ ദിവസം അന്തരിച്ച വസന്ത് റൈജി ആയിരുന്നു ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റർ. 1 മുതൽ 10 വരെയുള്ള എല്ലാ ചോദ്യങ്ങൾക്കും തുല്യ പ്രാധാന്യമുള്ളതിനാൽ ഇതിന്റെ ആദ്യം മുതൽ അവസാനം വരെയുള്ള എല്ലാ ചോദ്യങ്ങളും നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടിരിക്കണം. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: 4ാമത് ഏഷ്യൻ യൂത്ത് പാരാ ഗെയിംസ് നടക്കുന്നത് എവിടെ വെച്ച് എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. ബഹ്റൈനിൽ വെച്ചാണ് ഇത് നടക്കുന്നത്. അപ്പോൾ 4ാമത്തെ ഏഷ്യൻ യൂത്ത് പാരാ ഗെയിംസ് നടക്കുന്നത് ബഹ്റൈനിൽ വെച്ചാണ് നടക്കുന്നത്. 2021 ഡിസംബർ 1 മുതൽ 10 വരെയാണ് സംഘടിപ്പിക്കുന്നത്. അപ്പോൾ 2021 ഡിസംബർ 1 മുതൽ 10 വരെയാണ് 4ാമത് ഏഷ്യൻ യൂത്ത് പാരാ ഗെയിംസ് നടക്കുന്നത്. ഇത് സംഘടിപ്പിക്കുന്നത് APC ആണ്. APC എന്ന് പറയുമ്പോൾ ഏഷ്യൻ പാരാലിമ്പിക് കമ്മിറ്റിയാണ് സംഘടിപ്പിക്കുന്നത്. അപ്പോൾ ഏഷ്യൻ പാരാലിമ്പിക് കമ്മിറ്റിയാണ് സംഘടിപ്പിക്കുന്നത്. 2021 ഡിസംബർ 1 മുതൽ 10 വരെയാണ് നടക്കുന്നത്. ഇതിന്റെ ആദ്യത്തെ ഏഷ്യൻ യൂത്ത് പാരാ ഗെയിംസ് നടന്നത് 2009 ടോക്കിയോയിൽ വെച്ചാണ് നടന്നത്. അപ്പോൾ ജപ്പാനിൽ വെച്ചാണ് നടന്നത്. ജപ്പാനിലെ ടോക്കിയോയിൽ വെച്ചാണ് 2009 ഏഷ്യൻ യൂത്ത് പാരാ ഗെയിംസിന്റെ ആദ്യത്തെ വെർഷൻ നടക്കുന്നത്. അവസാനം ഇത് സംഘടിപ്പിച്ചിരിക്കുന്നത് ദുബായിൽ വെച്ചാണ്. 2017 നടന്നത്. 2017 ദുബായിൽ വെച്ചാണ് ഇത് അവസാനം സംഘടിപ്പിച്ചത്. APCയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ദുബായ് ആണ്. മജീദ് റഷീദാണ് ഇവിടെ പ്രസിഡന്റ് എന്ന് പറയുന്നത്. APC എന്ന് പറയുമ്പോൾ ഏഷ്യൻ പാരാലിമ്പിക് കമ്മിറ്റിയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ദുബായ് ആണ്. മജീദ് റഷീദാണ് പ്രസിഡന്റ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ചോദ്യം ഇതാണ്: ആരുടെ നോവലാണ് 2021 മാർച്ചിൽ റിലീസ് ചെയ്യാൻ പോകുന്ന ക്ലാര ആൻഡ് ദ സൺ എന്ന് പറയുന്ന നോവൽ? അപ്പോൾ ഈ ക്ലാര ആൻഡ് ദ സൺ എന്ന് പറയുന്ന നോവലിന്റെ ഓഥർ ആര് എന്നുള്ളതാണ് ചോദ്യം. ഉത്തരം ഒരു ജപ്പാനിൽ ജനിച്ച കസുവോ ഇഷിഗുരോയുടെ നോവലാണ് ക്ലാര ആൻഡ് ദ സൺ എന്ന് പറയുന്നത്. ഇദ്ദേഹം ജപ്പാനിൽ ജനിച്ച ഒരു ബ്രിട്ടീഷ് എഴുത്തുകാരനാണ്, ബ്രിട്ടീഷ് ഓഥറാണ് കസുവോ ഇഷിഗുരോ എന്ന് പറയുന്നത്. അപ്പോൾ ആരുടെ കൃതിയാണ് ക്ലാര ആൻഡ് ദ സൺ? കസുവോ ഇഷിഗുരയുടെ കൃതിയാണ്. ഇദ്ദേഹം ജപ്പാനിൽ ജനിച്ച ബ്രിട്ടീഷ് ഓഥറാണ് ഈ കസുവോ ഇഷിഗുര എന്ന് പറയുന്നത്. 4 പ്രാവശ്യം ഇദ്ദേഹത്തെ മാൻ ബുക്കർ പ്രൈസിന് നോമിനേറ്റ് ചെയ്ത വ്യക്തിയാണ്. അപ്പോൾ ഇദ്ദേഹം 4 പ്രാവശ്യം മാൻ ബുക്കർ പ്രൈസിന് നോമിനേറ്റ് ചെയ്തു. 2017 നോബൽ പ്രൈസ് വിന്നർ കൂടിയാണ് ഇദ്ദേഹം. അപ്പോൾ 2017 നോബൽ പ്രൈസ് വിന്നറായ ജപ്പാനിൽ ജനിച്ച ബ്രിട്ടീഷ് എഴുത്തുകാരനായ കസുവോ ഇഷിഗുരയുടെ പുതിയ നോവലാണ് ക്ലാര ആൻഡ് ദ സൺ. ഇത് മാർച്ചിലാണ് റിലീസ് ചെയ്യാൻ പോകുന്നത്. സൗത്ത് ഇന്ത്യ ബാങ്കിന്റെ കൺട്രി ഹെഡായി നിയമിതനായത് ആര്? അപ്പോൾ സൗത്ത് ഇന്ത്യ ബാങ്കിന്റെ കൺട്രി ഹെഡായിട്ട് നിയമിതനായിരിക്കുന്നത് ആര് എന്നുള്ളതാണ് മൂന്നാമത്തെ ചോദ്യം. ഉത്തരം ഷെല്ലി ജോസഫ് ആണ്. അപ്പോൾ ഷെല്ലി ജോസഫ് ആണ് സൗത്ത് ഇന്ത്യ ബാങ്കിന്റെ കൺട്രി ഹെഡായിട്ട് നിയമിതനായിരിക്കുന്നത്. 4ാമത്തെ ചോദ്യം ഇതാണ്: 2022 ഫുട്ബോൾ ലോകകപ്പ് നടക്കുന്നത് എവിടെ വെച്ചാണ്? ഖത്തറിൽ വെച്ചാണ് 2022 ഫുട്ബോൾ വേൾഡ് കപ്പ് നടക്കുന്നത്. നിങ്ങൾക്കറിയാം, ഖത്തറിലെ ഈ വേൾഡ് കപ്പുമായി ബന്ധപ്പെട്ടുള്ള 3ാമത്തെ സ്റ്റേഡിയമാണ് ഇപ്പോൾ അവർ ഇനാഗ്രേഷൻ നടന്നിരിക്കുന്നത്. ഈ ദിവസങ്ങളിൽ ഇനാഗ്രേഷൻ ചെയ്തിരിക്കുന്നു. എഡ്യൂക്കേഷൻ സിറ്റി സ്റ്റേഡിയം എന്നാണ് ഇതിനറിയപ്പെടുന്നത്. 40,000 പേർക്ക് ഇരിക്കുവാനുള്ള സൗകര്യത്തോടു കൂടിയാണ് ഈ സ്റ്റേഡിയം ഇപ്പോൾ പണിതിരിക്കുന്നത്. ഏകദേശം 8 വേദികളാണ് ഖത്തർ ഇതിനു വേണ്ടി ഒരുക്കുന്നത്. 2022 ഈ വേൾഡ് കപ്പ് ഫുട്ബോളുമായി ബന്ധപ്പെട്ടുകൊണ്ട് 8 സ്റ്റേഡിയങ്ങളാണ് ഖത്തർ ഇപ്പോൾ നിർമ്മിക്കുവാനുള്ളത്. അതിൽ 3ാമത്തെ സ്റ്റേഡിയമാണ് എഡ്യൂക്കേഷൻ സിറ്റി സ്റ്റേഡിയമാണ് ഇപ്പോൾ ഇനാഗ്രേഷൻ നടന്നിരിക്കുന്നത്. 5ാമത്തെ ചോദ്യം ഇതാണ്: വേൾഡ് ഡേ ടു കോംബാറ്റ് ഡിസിഡിഫിക്കേഷൻ ഡ്രോട്ട് എന്നാണ്. അപ്പോൾ എന്നാണ് വേൾഡ് ഡേ ടു കോംബാറ്റ് ഡിസിഡിഫിക്കേഷൻ ഡ്രോട്ട് ആയിട്ട് ആചരിക്കുന്നത് എന്നാണ്? ജൂൺ 17-നാണ്. ഇനി 6ാമത്തെ ചോദ്യം ഇതാണ്: കർമ്മഭൂമി വെബ് പോർട്ടൽ ആരംഭിച്ചത് എവിടെ? അപ്പോൾ ഏത് സംസ്ഥാനത്ത്? പശ്ചിമ ബംഗാളിലാണ് ഈ കർമ്മഭൂമി വെബ് പോർട്ടൽ ആരംഭിച്ചിരിക്കുന്നത്. COVID-19 പശ്ചാത്തലത്തിൽ ഈ നാട്ടിലേക്ക് കടന്നു വരുന്ന IT ജീവനക്കാർക്ക് വേണ്ടിയാണ് ഈ പോർട്ടൽ ആരംഭിച്ചിരിക്കുന്നത്. ഏത് പോർട്ടലാണ്? കർമ്മഭൂമി. ആരംഭിച്ചിരിക്കുന്നത് പശ്ചിമ ബംഗാളിലാണ്. ഇനി IMDയുടെ റാങ്കിംഗ് അനുസരിച്ച് വേൾഡ് കോമ്പറ്റിറ്റീവ്നെസ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ റാങ്ക്. അപ്പോൾ വേൾഡ് കോമ്പറ്റിറ്റീവ്നെസ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ റാങ്ക് എന്ന് പറയുന്നത് 43-ാമതാണ്. ആരുടെ കണക്കാണ്?
IMD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ്. അപ്പോൾ ഇതിന്റെ റിപ്പോർട്ട് പ്രകാരം, ഈ IMDയുടെ റിപ്പോർട്ട് പ്രകാരം വേൾഡ് കോമ്പറ്റീറ്റീവ്നെസ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ റാങ്ക് എന്ന് പറയുന്നത് 43-ാമതാണ്. ഇതിന്റെ 1-ാം സ്ഥാനത്ത് സിംഗപ്പൂരാണ്, 2-ാം സ്ഥാനത്ത് വരുന്നത് ഡെൻമാർക്കാണ്, 3-ാം സ്ഥാനത്ത് വരുന്നത് സ്വിറ്റ്സർലാൻഡ് ആണ്. ഇന്ത്യയുടെ സ്ഥാനം 43-ാമതാണ്. ഇനി 8-ാമത്തെ ചോദ്യം ഇതാണ്. സെൻട്രൽ റെയിൽവേ ഇൻസ്റ്റാൾ ചെയ്ത ഓട്ടോമാറ്റിക് ടിക്കറ്റ് ചെക്കിംഗ് മെഷീന്റെ പേര്. അപ്പോൾ സെൻട്രൽ റെയിൽവേ, ഇന്ത്യൻ റെയിൽവേയുടെ സെൻട്രൽ ഡിവിഷൻ ഒരു ഓട്ടോമാറ്റിക് മെഷീൻ, ടിക്കറ്റ് ചെക്കിംഗ് മെഷീൻ ഇപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതിന്റെ പേര് എന്തെന്നുള്ളതാണ് ആത്മ എന്നുള്ളതാണ് ആ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന മെഷീന്റെ പേര്. ഓട്ടോമാറ്റിക് ഒരു ടിക്കറ്റ് ചെക്കിംഗ് മെഷീനാണ്. ഇത് നാഗ്പൂർ സ്റ്റേഷനിലാണ് ഇത് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നാഗ്പൂർ സ്റ്റേഷനിലാണ് ഈ ആത്മ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. 9-ാമത്തെ ചോദ്യം ഇതാണ്. UNCTAD പ്രസിദ്ധീകരിച്ച വേൾഡ് ഇൻവെസ്റ്റ്മെന്റ് റിപ്പോർട്ട് 2020 പ്രകാരം FDI സ്വീകരിച്ച ലോക രാജ്യങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനം എത്ര എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ UNCTAD പ്രസിദ്ധീകരിച്ചിരിക്കുന്ന വേൾഡ് ഇൻവെസ്റ്റ്മെന്റ് റിപ്പോർട്ട് പ്രകാരം 2020 FDI സ്വീകരിച്ചിരിക്കുന്ന ലോക രാജ്യങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രാമത് എന്നുള്ളതാണ് ചോദ്യം. 9-ാമതാണ് ഇന്ത്യയുടെ സ്ഥാനം. 1-ാമത് ടോപ്പിൽ നിൽക്കുന്നത് US ആണ്, 246 ബില്യൺ ആണ്. അതുപോലെ 2-ാം സ്ഥാനത്ത് ചൈനയാണ്, 141 ബില്യൺ ആണ്. 3-ാം സ്ഥാനം സിംഗപ്പൂരാണ്, 92 ബില്യൺ. 9-ാം സ്ഥാനത്ത് ഇന്ത്യയാണ്, 52 ബില്യൺ. അപ്പോൾ ചോദ്യം ഇതായിരുന്നു. UNCTAD പ്രസിദ്ധീകരിച്ചിരിക്കുന്ന വേൾഡ് ഇൻവെസ്റ്റ്മെന്റ് റിപ്പോർട്ട് 2020 പ്രകാരം FDI സ്വീകരിച്ച ലോക രാജ്യങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രാമതാണ്? 9-ാം സ്ഥാനത്താണ്. ഇനി 10-ാമത്തെ ചോദ്യം ഇതാണ്. ഈ 2020 ജൂണിൽ 500 വർഷം പഴക്കം ചെന്ന ഒരു ക്ഷേത്രം ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട്. അത് എവിടെയാണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഒഡീഷയിലെ മഹാനദിയിലാണ് ഈ ക്ഷേത്രം കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ 2020 ജൂണില് ഒരു 500 വർഷം പഴക്കമുള്ള ഒരു ക്ഷേത്രം ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട്. അത് എവിടെയാണ് എന്നുള്ളതാണ് ചോദ്യം. മഹാനദിയിലാണ്, ഒഡീഷയിലെ മഹാനദിയിലാണ് ഈ ക്ഷേത്രം കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ 10 ചോദ്യങ്ങളും ഇവിടെ പൂർണ്ണമായിരിക്കുകയാണ്. ഇനി നിങ്ങൾക്കുള്ള ചോദ്യം ഇതാണ്. നാസയുടെ തലപ്പത്തെത്തുന്ന ആദ്യ വനിത. അപ്പോൾ നാസയുടെ തലപ്പത്തെത്തുന്ന ആദ്യ വനിത ആര് എന്നുള്ളതാണ് ചോദ്യം. ഈ ചോദ്യത്തിന്റെ ഉത്തരം ഈ വീഡിയോയുടെ തൊട്ടുതാഴെ നിങ്ങൾക്ക് കമന്റുകളായിട്ട് പോസ്റ്റ് ചെയ്യാം. ആദ്യം പോസ്റ്റ് ചെയ്യുന്ന വിജയിക്കാണ് ദിവസേന 1 GB എന്നുള്ള സമ്മാനം ലഭിക്കുന്നത്. അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തിയാൽ ദിവസേനയുള്ള വീഡിയോയുടെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. താങ്ക്